250 ആളെ ബിരിയാണി ഉണ്ട്. കാണണോ? ഒരു ആദ്യം തന്നെ 42 കിലോ ബീഫ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചു. അതിക്ക് ഉള്ളി 8 കിലോ, തക്കാളി 3 കിലോ, വെളുത്തുള്ളി 400, ഇഞ്ചി 400, ജീരകം 2 പിടി, ഇതൊക്കെ കൂടെ ഇട്ടു ഇളക്കി. ഒരു 400 ഗ്രാം പച്ചമുളകും കൊടുത്തു. പിന്നെ 3 പാക്കറ്റ് ബീഫ് മസാല, മല്ലിപ്പൊടി 200, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതും കൊടുത്തു. നല്ലോണം ഇളക്കി വേവാനാണ് കാത്തുന്നു. പിന്നെ ചോറൊക്കെ തുടങ്ങണം. 2 ലിറ്റർ ഡാൽഡ, 3 ലിറ്റർ സൺഫ്ലവർ ഓയിൽ, അതിൽ ഉള്ളിട്ടു, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൊടുത്തു. പിന്നെ സ്പൈസസും കൊടുത്തു. എല്ലാ സ്പൈസസും ഉണ്ട്, എല്ലാം കൊടുത്തു. ക്യാരറ്റും ഇട്ടു, ചപ്പ്, പുതിന. മൂപ്പായിന്ന് കണ്ടപ്പോൾ വെള്ളം പാർന്നു. അതിലെന്ത് ചെയ്തു? ഉപ്പിട്ടു. ഒരു 2 നാരങ്ങയും പിഴിഞ്ഞു പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം തിളച്ച ഉടനെ അരി ഇട്ടു. പിന്നെ അരി ഇങ്ങനെ വേവാൻ കാത്തിക്കുകയാണ്. അരി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഒട്ടിപ്പിടിച്ചാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് കാര്യമായിട്ട് നോക്കണം. ഒരു 3/4 വേവാകുമ്പോൾ ബീഫിക്ക് ചോറ് ഫില്ല് ചെയ്യുക. അതാണ് അടുത്ത പണി. ഇവിടെ ചെമ്പ് ചൂടാവൽ നിർബന്ധമാണ്. അപ്പോൾ ചെമ്പ് ചൂടാവാൻ കുറച്ച് നേരം കാത്തുന്നു. അങ്ങോട്ട് ദമ്മിട്ടു. ഒരു 3/4 മണിക്കൂർ ദമ്മിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ബീഫ് ബിരിയാണി റെഡി. ചൊറുക്കിന് പിന്നെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി പൊരിച്ചത്, ക്യാരറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇടാം.